Hi, good morning from Milan. Right now I'm standing in Milan in front of the Milan Cathedral. This is very special, okay? അപ്പോൾ ഇതാണ് നമ്മുടെ കത്തീഡ്രൽ, അതായത് മിലാനിലുള്ള കത്തീഡ്രൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ താജ്മഹൽ പോലെ തന്നെ ഫുൾ മാർബിളിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കത്തീഡ്രൽ എന്ന് പറയുന്നത്. 600 വർഷത്തോളം എടുത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇത് റിയലി ബ്യൂട്ടിഫുൾ ആണ്. നമുക്കതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യൂറോപ്യൻ കാഴ്ചകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നടക്കുന്നത് ഒരു സ്പെഷ്യൽ സിറ്റിയിലൂടെയാണ്. ആ സിറ്റി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും. പക്ഷേ ഇന്ന് വേറൊരു സ്ഥലമാണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഇത് ഏതാണ് സിറ്റി എന്നറിയണ്ടേ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാഷൻ ക്യാപിറ്റൽസിൽ ഒന്നാണ് ഈ സിറ്റി. ആൻഡ് ഇറ്റ് ഈസ് നോവെയർ ബട്ട് മിലാൻ ഓഫ് ഇറ്റലി. ഓക്കെ, സോ നമ്മൾ മിലാനിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മിലാനിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല ഒന്നാന്തരൻ ഒരു പള്ളിയാണ് കാണാൻ പോകുന്നത്. പള്ളിന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിർത്തിയിട്ട് പോകണ്ട കേട്ടോ, കാരണം ഇത് അമ്മാതിരിയുള്ള പള്ളിയല്ല. ഇത് മോനെ വേറെ ലെവല്. നമ്മുടെ കത്തീഡ്രൽ എന്ന് പറയില്ലേ, അത് തന്നെ. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കത്തീഡ്രൽസിൽ ഒന്നാണ് മിലാനിലെ കത്തീഡ്രൽ. അതിനെ മിലാനിലെ കത്തീഡ്രൽ ആയതുകൊണ്ട് തന്നെ മിലാൻ കത്തീഡ്രൽ എന്നും ഇറ്റാലിയൻ ഭാഷയിൽ ഡുവോമോ ഡി മിലാനോ എന്നും പറയും. ഏകദേശം നമ്മുടെ കത്തീഡ്രൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഈ കത്തീഡ്രലുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ ഈ കത്തീഡ്രലിലെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് കാണാൻ പോകുന്നത്. അത് പറഞ്ഞാലൊന്നും തീരില്ല കേട്ടോ. നമുക്ക് വഴിയെ നോക്കാം. ഈ പടുകൂറ്റൻ കത്തീഡ്രല് പണി കഴിപ്പിക്കാൻ ചില്ലറ വർഷമൊന്നും അല്ല കേട്ടോ വേണ്ടി വന്നത്. 1386 മുതൽ 1965 വരെ 6 വലിയ നൂറ്റാണ്ടുകൾ എടുത്താണ് ഇത് ഏകദേശം ഒന്ന് ഫോമിലാക്കിയത്. എന്നെഴുതിക്കൊണ്ട് മൊത്തം പൂർത്തീകരിച്ചു എന്നല്ല, ദ കൺസ്ട്രക്ഷൻ ഈസ് സ്റ്റിൽ ഓൺ ഗോയിങ്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കത്തീഡ്രല് ജസ്റ്റ് ലൈക്ക് ഈ താജ്മഹൽ, ഇറ്റ് ഇസ് ഫുള്ളി മെയ്ഡ് ഓഫ് മാർബിൾ. ഓ മൈ ഗോഡ്. അപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാർബിൾ ഹെവൻ ആണ് കേട്ടോ, മാർബിൾ ഹെവൻ. പിന്നെ 108 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ കത്തീഡ്രലിന്. അതുപോലെ 1.5 ലക്ഷം സ്ക്വയർ അടി വിസ്തീർണമുണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ. അപ്പൊ അത്രത്തോളം വലിയൊരു ജൈജാന്റിക് ബിൽഡിംഗ് ആണ്. പിന്നെ ലോകത്തുള്ള എല്ലാ ബിൽഡിങ്സിലും ഏറ്റവും കൂടുതൽ സ്റ്റാച്യൂസ് ഉള്ള ബിൽഡിംഗ് ആണ് ഈ നിൽക്കുന്ന കത്തീഡ്രല്. സ്റ്റാച്യൂസ് എന്ന് പറയുമ്പോൾ 3400 സ്റ്റാച്യൂസും അതോടൊപ്പം കുറേ ഗാഗോയിൽസും ഫിഗേഴ്സും അങ്ങനെ ഒരു ഇന്ന കൊത്തുപണിയും കുറേ രൂപങ്ങളും ഒക്കെ ആയിട്ട് ഈ കത്തീഡ്രൽ എന്ന് പറയുന്നത് അത് വേറൊരു ലോകം തന്നെയാണ്. ഇനി നമുക്ക് ഈ കത്തീഡ്രലിന്റെ ഉള്ളിലേക്ക് കടക്കാം. ഈ മിഡീവൽ പീരീഡും റിനൈസൻസും അതുപോലെ മോഡേൺ പീരീഡിന്റെ ഒക്കെ എല്ലാത്തിന്റെയും ഒരു മാസ്മരികത വിളിച്ചോതുന്ന ദൃശ്യ സൗന്ദര്യമാണ് നമുക്ക് ഉള്ളിൽ കാണാൻ കഴിയുക. ഒന്നാമത് 6 നൂറ്റാണ്ടുകൾ എടുത്തു പണിതു എന്ന് പറഞ്ഞു. അപ്പത്തേനെ ഓരോ നൂറ്റാണ്ടുകളിലെയും ഒരു എസൻസ് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ജാതി മത ഭേദമന്യേ ഈ കത്തീഡ്രലിന്റെ ഉള്ളിൽ ആർക്കും പ്രവേശിക്കാം, ആർക്കും ഫോട്ടോ എടുക്കാം, യാതൊരു റെസ്ട്രിക്ഷൻസും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, നമ്മുടെ സാധാ ചർച്ചുകൾ പോലെയല്ല, ഇവിടെ ഒരു നോമിനൽ ടിക്കറ്റ് ഫെയർ ഉണ്ട്. അപ്പം അത് ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് ഉള്ളിൽ പ്രവേശിക്കാം. അതോടൊപ്പം കുറച്ചുകൂടി എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കത്തീഡ്രലിന്റെ റൂഫിൽ കയറാൻ കഴിയും. നമുക്ക് അവിടെ കയറി ഒരുപാട് കാര്യങ്ങൾ, കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിന്റെ ഉള്ളിലെ ഫീച്ചേഴ്സിലേക്ക് വരാം. ദേ കാണുന്ന റെഡ് ഡോട്ട് കണ്ടോ? അവിടെയാണ് ഈ കത്തീഡ്രലിലെ ഏറ്റവും മഹനീയമായ ഒരു കാര്യം ഇരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസ പ്രകാരം യേശു ക്രിസ്തുവിനെ കുരിശു തറയ്ക്കാൻ ഉപയോഗിച്ച 3 ആണികളെയാണ് ഹോളി നെയിൽസ് എന്ന് വിളിക്കുന്നത്. അതിൽ ഒന്നാണ് ഈ കത്തീഡ്രലിന്റെ ആ റെഡ് ഡോട്ടിന്റെ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. പക്ഷെ വർഷത്തിലെ ഒരിക്കലും ആ ഹോളി നെയിലിനെ താഴോട്ടിറക്കുകയും അത് ജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാറുമുണ്ട്. ഇനിതേ ഇത് കണ്ടോ, ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിക്കൽ ഓർഗൻസിൽ ഒന്നാണ് കേട്ടോ. അത്രത്തോളം വലിപ്പമുണ്ട് ഇതിന്.
15,800 പൈപ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഒരു 5 കീബോർഡും പിന്നെ കുറെ അനുസാരികളും കൂടെ ചേർന്ന ഒരു മുടുമുട്ടൻ മ്യൂസിക്കൽ ഓർഗനാണ് ഈ ഇരിക്കുന്നത്. 9 മീറ്ററോളമാണ് ഇതിന്റെ ഹൈറ്റ്. വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ അമ്പോ. ഓക്കെ, നമുക്കിനി ഇത് കാണാം. ഇതെന്താന്ന് വെച്ചാൽ ഇൻകറപ്റ്റ് ബോഡി ഓഫ് എ സെയിന്റ് ആണ് കേട്ടോ. ഈ ഇൻകറപ്റ്റ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിശുദ്ധന്മാരുടെയോ അതുപോലെ അത്രത്തോളം ഫേമസ് ആയ ആളുകളുടെ എല്ലാം മൃതദേഹം അഴുകാതെ സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് ഇൻകറപ്റ്റ് ബോഡീസ് എന്ന് പറയുന്നത്. അതുപോലെ കുറേ ബോഡീസ് ഈ കത്തീഡ്രലിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 16-ാം നൂറ്റാണ്ടിൽ ഈ കത്തീഡ്രലിന്റെ തന്നെ ആർച്ച് ബിഷപ്പായിരുന്ന ചാൾസ് ബൊറോമിയോയുടെ ബോഡിയാണ്. ദേ ഈ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ഇൻകറപ്റ്റ് ബോഡി. 1560-ലാണ് അദ്ദേഹം മരിച്ചത്. ഇപ്പോഴും അത് ഒട്ടും കേടുവരാതെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി ഈ കത്തീഡ്രലിന്റെ വിൻഡോസിലേക്ക് നമുക്ക് നോക്കാം. ഇതിന്റെ വിൻഡോസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഗോതിക് സ്റ്റൈലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത്രത്തോളം ഭീമൻ വിൻഡോസും. അതോടൊപ്പം ഇതെല്ലാം സ്റ്റെയിൻഡ് ഗ്ലാസ്സുകളാണ്. സ്റ്റെയിൻഡ് ഗ്ലാസ് പറഞ്ഞ് നല്ല കളർ അടിച്ചിരിക്കുന്ന. പിന്നെ കളർ മാത്രമല്ല ഇതിന്റെ സവിശേഷത. ഇത് നോക്കിക്കേ, ഈ ഒരു വിൻഡോയുടെ ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിന്റെ മുകളിലാണ് കേട്ടോ. നമ്മളൊരു കെട്ടിടത്തിന്റെ ഒക്കെ വലുപ്പത്തിലാണ് ഇവിടെ ഒരു വിൻഡോ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചില വിൻഡോസിന്റെ ഒക്കെ ഉയരം എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. 20 മീറ്റർ. ഒരു 6 നില കെട്ടിടത്തിന്റെ വലിപ്പം. എന്റെ പൊന്നോ. പിന്നെ അതുപോലെ ഈ വിൻഡോസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരുപാട് ചിത്രങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം പറയുന്നത് ബിബ്ലിക്കൽ സ്റ്റോറീസ് ആണ്. നമ്മുടെ ഹോളി ബൈബിളിന്റെ ഉള്ളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കഥകളൊക്കെയാണ് ഇതിൽ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ. ഇനി അതിന്റെ ഡോറിലേക്ക് വരികയാണെങ്കിൽ അതിലും വലിയൊരു സവിശേഷതയാണ്. നമ്മൾ ആ പുറമേന്ന് കണ്ടപ്പോൾ ഒരു സാധാ ഡോർ പോലെയായിരുന്നു അല്ലേ. ഇതിന്റെ അടുത്ത് വന്നപ്പോൾ കണ്ടോ, ഇങ്ങനെ നോക്കി ഇതുപോലെ കുറേ കൊത്തു പണികളാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ ഡോറ് ബ്രോൺസ് ആണ് കേട്ടോ. അതോടൊപ്പം 37,000 കിലോയാണ് ഈ ഒരൊറ്റ ഡോറിന്റെ കനം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വിൻഡോസിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ ഡോറിനും കുറേ ഡിസൈൻ ഉണ്ട് കേട്ടോ. ഈ കൊത്തുപണികൾ കണ്ടില്ലേ, ഇതെല്ലാം എഗെയിൻ ബിബ്ലിക്കൽ സ്റ്റോറീസ് തന്നെയാണ് ഇതിൽ ഓരോന്നും കൊത്തിവെച്ചിരിക്കുന്നത്. മെയിൻ ഡോറിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഹോളി മേരിയുടെ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി വീണ്ടും നമ്മുടെ കത്തീഡ്രലിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷതയാണ് സ്റ്റാച്യൂസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 1100 സ്റ്റാച്യൂസ് ആണ് നമ്മുടെ കത്തീഡ്രലിന്റെ ഉള്ളിൽ കാണാൻ കഴിയുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെയിന്റ് ബർത്തലോമിയ ഫ്ലെയ്ഡ് എന്ന സ്റ്റാച്ചു ആണിത് ഈ കാണുന്നത്. ഈ സെയിന്റ് ബർത്തലോമിയ എന്ന് പറയുന്നത് യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ്. ഇനി ഇദ്ദേഹത്തെ കൊല്ലുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷത്തെയാണ് ഈ സ്റ്റാച്ചു പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് യേശുവിന്റെ മരണശേഷം യേശുവിന്റെ ശിഷ്യന്മാരെ പിടിച്ച് മർദ്ദിക്കുകയും വധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിൽ ഏറ്റവും മൃഗീയമായ കൊലപാതകം അരങ്ങേറിയത് സെന്റ് ബർത്തലോമിയുടെ ദേഹത്താണ്. അദ്ദേഹത്തെ കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ സ്കിന്ന് മൊത്തത്തിൽ ഉരിഞ്ഞെടുത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ചുറ്റി അതിനുശേഷമാണ് തല വെട്ടിയെടുത്തത് എന്നാണ് ചരിത്രം പറയുന്നത്. ആ മൃഗീയ കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ രംഗമാണ് ഈ സ്റ്റാച്യൂവിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ദേഹത്ത് അണിഞ്ഞിരിക്കുന്നത് വസ്ത്രമല്ല എന്നോർക്കണം, മറിച്ച് അദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്ന് ഉരിഞ്ഞെടുത്ത സ്കിന്നാണ് ഈ ചുറ്റിയിരിക്കുന്നത്. അറ്റത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ കാലിന്റെയൊക്കെ തൊലിയാണ് ആ കാണുന്നത്. കാല്, കയ്യ്, അങ്ങനെ എല്ലാ ഭാഗത്തിൻ്റെയും തൊലിയാണ് ആ ദേഹത്ത് ധരിച്ചിരിക്കുന്നത്. ഇത്രത്തോളം ഭീകരമായ ഒരു സ്റ്റാച്ചു ആണ് ഇത്. ഇതിന് 13 അടി ഉയരമാണുള്ളത്. അതിനൊത്ത വലിപ്പവുമുണ്ട് ഈ സ്റ്റാച്ചുവിന്. 1562 പണി കഴിപ്പിച്ചത്. ഇത് നമ്മുടെ അൾത്താരയ്ക്ക് ഇടതുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഈ കത്തീഡ്രലിന്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാച്ചു എന്ന് പറയുന്നത്. ഇതുപോലെ ഒട്ടനവധി സ്റ്റാച്യൂസ് ഈ കത്തീഡ്രലിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവ ഓരോന്നിനും ഭീകരമായ കഥകളും ചരിത്രങ്ങളുമാണ് പറയാനുള്ളത്. ശരി, ഇനി നമുക്ക് മറ്റൊരു കാര്യം കാണാം. ഈ കത്തീഡ്രലിന്റെ ഒരു സവിശേഷതയാണ് ഇവിടുത്തെ സൺഡയൽ എന്ന് പറയുന്നത്. സൺഡയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് കാലത്ത് സമയം കൃത്യമായി അറിയാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെക്കാനിസമാണ് സൺഡയൽ.
ഈ കാണുന്ന കണ്ടോ, ഈ തിളങ്ങുന്ന ഇത് ബ്രാസ് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ സ്ട്രിപ്പാണ്. ഈ കത്തീഡ്രലിന്റെ ഒരറ്റം തൊട്ട് അടുത്ത അറ്റം വരെ ഇതിങ്ങനെ നീണ്ടു പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ബ്രാസിന്റെ ഈ സ്ട്രിപ്പയിലേക്ക് കൃത്യം വെട്ടം അടിക്കും. അങ്ങനെ അടിച്ചു കഴിയുമ്പോൾ പണ്ട് കാലത്ത് ക്ലോക്ക് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് ആ സമയത്ത് മനസ്സിലാക്കാം ഇപ്പോൾ കൃത്യം ഉച്ചയ്ക്ക് 12 മണിയായിന്ന്. അതോടൊപ്പം മാസങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ സോഡിയാക് സയൻസിന്റെ ഒരു മാർബിൾ ഇതിലെ ഇങ്ങനെ ലേ ചെയ്തിട്ടുണ്ട്. ഈ സൂര്യന്റെ വെട്ടം ഇങ്ങനെ കറക്റ്റ് മാറി മാറി അടിക്കുവാണ്. അത് കൃത്യം അടിച്ചു കഴിയുമ്പോൾ ഏത് മാസമാണ് ഏത് ടൈമാണെന്നൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. അതാണ് ഈ സൺഡയലിന്റെ യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മെക്കാനിസം കൂടി കത്തീഡ്രലിന്റെ ഉള്ളിലുണ്ട്. ഇതുപോലെ കുറേ മിസ്റ്റീരിയസ് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഈ നമ്മുടെ കത്തീഡ്രലിന്റെ ഉള്ളിൽ. പറഞ്ഞാലും തീരില്ല. ശരി, ഇന്ന് നമുക്ക് റൂഫിലേക്ക് പോകാം കേട്ടോ. ഇതാണ് റൂഫ് എന്ന് പറയുന്നത്. റൂഫ് നമ്മൾ വെറുതെ ഒരു ചുമ്മാ കുറച്ച് സീൻ കാണാൻ കയറാം എന്ന രീതി അല്ല കേട്ടോ. ഇത് നമ്മൾ താഴെ കണ്ടേക്കാളും വലിയൊരു ലോകമാണ് മുകളിൽ. ഈ ഫ്ലോർ കണ്ടോ, ഇതെല്ലാം മാർബിളാണ്. മാർബിളിന്റെ കളിയാണ്. ഈ എൻറ്റയർ ബിൽഡിംഗ് മാർബിളാണ്. ഈ നിൽക്കണ കണ്ടോ, ഇത് സ്പയറാണ്. സ്പയർ ഇങ്ങനെ മൊനയുള്ള ഓരോ സ്പയർ കേട്ടോ. ഈ സ്പയേഴ്സിന്റെ എല്ലാം മുകളിൽ കൂടെ സ്റ്റാച്യൂസ് ആണ്. എല്ലാം മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമാണ്. പിന്നെ ഈ കത്തീഡ്രലില് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മാർബിൾ ഇറ്റാലിയൻ പിങ്ക് മാർബിൾ ആണ് കേട്ടോ. അത് ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ മാറിയുള്ള ഒരു ക്വാറിയിൽ നിന്ന് വെട്ടിയെടുത്തുകൊണ്ട് വന്നാണ് ഇത് പണിതിരിക്കുന്നത്. ഇനി ഈ സ്റ്റാച്യൂസിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ വിശുദ്ധന്മാരുടെ സ്റ്റാച്യൂസ് മാത്രമല്ല കേട്ടോ, അതിലുപരി ഒത്തിരി ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ബിഷപ്പുമാരുടെ, ആർച്ച് ബിഷപ്പുമാരുടെ, പിന്നെ അല്ലെങ്കിൽ സ്പോർട്സ് പീപ്പിളിന്റെ, ബോക്സേഴ്സിന്റെ, അനിമൽസിന്റെ, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാച്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റും. പല ഷേപ്പില്, പല രൂപത്തില്, പല സൈസില് ഉള്ള സ്റ്റാച്യൂസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊരു വിഷ്വൽ ട്രീറ്റ് ആണ് കേട്ടോ. വന്നൊന്ന് കണ്ടൊന്ന് തൊട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അത്രത്തോളം ബ്യൂട്ടിഫുൾ ആൻഡ് മിസ്റ്റീരിയസ് ആണ് ഇവിടുത്തെ ഓരോ മൂലകളും കാണാനായിട്ട്. അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ സ്റ്റാച്യൂസിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതോടൊപ്പം മാർബിളിലല്ല നിർമ്മിച്ചിരിക്കുന്നതും എന്നായ ഒരു സ്റ്റാച്യു ഉണ്ട്. ആ സ്റ്റാച്യു ആണ് ആക്ച്വലി ഈ കത്തീഡ്രലിൻ്റെ ഏറ്റവും മുകൾ ഭാഗം എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് സ്പയറിലാണ് ഈ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. വാവ്, സച്ച് എ ഗോൾഡൻ സ്റ്റാച്യു. യാ, ഇതാണ് സ്റ്റാച്യു ഓഫ് മഡോണിന എന്ന് പറയുന്നത്. മഡോണിന ആക്ച്വലി നമ്മുടെ വിർജിൻ മേരിയാണ് കേട്ടോ. അപ്പൊ ഈ മഡോണിന സ്റ്റാച്യുവിന് ഒരുപാട് സവിശേഷതകളുണ്ട് കേട്ടോ. ഇത് ഗിൽഡഡ് സ്റ്റാച്യു ആണ്. ഗിൽഡഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതാണ്. 6750 24 ക്യാരറ്റ് ഗോൾഡൻ ഷീറ്റ് വെച്ചാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. അത്രത്തോളം എക്സ്പെൻസീവ് ആണ് ഈ സ്റ്റാച്യു. വേറെയുള്ള സ്റ്റാച്യൂസ് പോലെയല്ല. പോരാത്തിന് അതെല്ലാം മാർബിളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഈ സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത് മെറ്റൽസ് കൊണ്ടാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് ഹാൾബേഡ് എന്ന് പറഞ്ഞൊരു വെപ്പണാണ്. നമുക്ക് ദൂരെ നോക്കുമ്പോൾ മാതാവ് ഈ വെപ്പണും കയ്യിലേന്തി നിൽക്കുന്ന ഒരു ലുക്കാണ് കിട്ടുക. അത് സിംബോളിക് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് കേട്ടോ. ഈ മിലാൻ മൊത്തം സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന മാതാവിനെയാണ് ഇത് പ്രതിദാനം ചെയ്യുന്നത്. പക്ഷേ ഈ ഹാൾബേഡ് സത്യത്തിൽ അതൊരു ലൈറ്റനിങ് റോഡാണ് കേട്ടോ. ചില ഇടിക്കാന്തെന്ന് പറയില്ലേ, അതാണ്. ഇത്രയും ഹൈറ്റിൽ അത് ഉയർന്നു നിൽക്കുമല്ലേ ഈ സ്റ്റാച്യു. അപ്പൊ അതുകൊണ്ട് മിന്നൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടിക്കാന്തമാണ് അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സ്റ്റാച്യു കാണാം. ഈ 2 സ്റ്റാച്യൂസ് കണ്ടോ. ഇതിൽ ലെഫ്റ്റ് സൈഡിലെ സ്റ്റാച്യു ആണ് ദ ന്യൂ ലോ എന്നറിയപ്പെടുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലെ സ്റ്റാച്യു ദ ഓൾഡ് ലോ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഈ 2 സ്റ്റാച്യൂസിൽ ലെഫ്റ്റ് സൈഡിലെ സ്റ്റാച്യു കണ്ടിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ രൂപം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കറക്റ്റാണ്. കാരണം അമേരിക്കയിലുള്ള ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അതേ ഷേപ്പിലാണ് ഈ സ്റ്റാച്യു ഇരിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് ഈ സ്റ്റാച്യു ഉണ്ടാക്കിയവർ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കോപ്പി അടിച്ചതാണെന്ന് കരുതണ്ട. കാരണം ഈ 2 സ്റ്റാച്യൂസ് നിർമ്മിച്ചിരിക്കുന്നത് 1810 ബൈ കമീലോ പസേറ്റി. ഈ സ്റ്റാച്യു നിർമ്മിച്ച ശേഷം 76 വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ നാട്ടിലെ ആളുകൾ വിശ്വസിക്കുന്നത് ഈ സ്റ്റാച്യുവിന്റെ കോപ്പിയടിയാണ് അമേരിക്കയിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്നാണ്. എന്തായാലും അവർ തമ്മിലുള്ള പോര് അങ്ങനെ തുടരട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. സോ ഇതൊക്കെയാണ് നമ്മുടെ മിലാൻ കത്തീഡ്രലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഞാൻ ആകെ ഇതിൻ്റെ ഒരു ചെറിയ ഗ്ലിംസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതല്ല, നമ്മൾ 2-3 ദിവസം ഇവിടെ നിന്ന് കണ്ടാലും തീരാത്തത്ര ഫീച്ചേഴ്സാണ് കേട്ടോ ഈ കത്തീഡ്രലിനുള്ളത്. പിന്നെ ഇത് ക്രിസ്തീയ പ്രാർത്ഥനാ കേന്ദ്രമല്ലേ എന്നൊന്നും ഓർക്കണ്ട ആരും. ഏത് മതസ്ഥർക്കും എപ്പോഴും സന്ദർശിക്കാവുന്ന ഒരു കത്തീഡ്രലാണ് ഇത്. അതുകൊണ്ട് ഇറ്റലി വരുന്നവർ മറക്കാതെ ഈ കത്തീഡ്രൽ ഒന്ന്
കണ്ടിട്ട് പോവുക. കാരണം ഇതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും, അതിന് യാതൊരു സംശയം ഉണ്ടാവില്ല. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓൾസോ ഈ വീഡിയോ കണ്ട എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കാരണം എനിക്കതൊരു മോട്ടിവേഷൻ ആണ് കേട്ടോ. സോ താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.